നമുക്ക് വിസ ലഭിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. വിസയും ലഭിച്ചില്ല, നമ്മുടെ പൈസയും തിരിച്ചു ലഭിച്ചില്ല. പൈസ ഞാൻ തിരികെ ആവശ്യപ്പെടുമ്പോൾ ഇവർ പറയുന്നത് പൈസ തരാൻ പറ്റത്തില്ല, പൈസ ചോദിച്ചാൽ ഞാൻ സ്ത്രീകൾക്കെതിരെ അപമാനിച്ചതാണെന്ന് പറയുന്നത്, അങ്ങനെ കള്ളക്കേസിൽ പെടുത്തുമെന്നൊക്കെയാണ് പറയും. നോർക്കെ പോയി അന്വേഷിച്ചു വരാൻ പറ്റി. നോർക്കെ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ലൈസൻസ് ഇല്ല, ഇവർക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. പിന്നെ ഞാൻ ഇവരെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇവരുടെ പേര് ഒരുപാട് കേസുകളൊക്കെ ഈ കോർട്ടിലൊക്കെ കാണുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കമ്പനി ഇവിടെ അടച്ചു കിടക്കുകയാണ്. അവിടുത്തെ താഴത്തെ കടകളിലൊക്കെ ഞാൻ അന്വേഷിച്ചു കഴിയുമ്പോഴത്തേക്കും അറിയുമ്പോൾ ധാരാളം പേര് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും ധാരാളം പേർക്ക് പൈസ കൊടുക്കാനുള്ളതായിട്ടും ഒക്കെ എനിക്കറിയാൻ സാധിച്ചു. ഓഫീസിന്റെ പരിസരത്തുള്ള കമ്പനിക്കാരെല്ലാം പറയുന്നത് ഇവർ പക്ക ഫ്രോഡാണെന്നാണ്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ കിട്ടും പോലെ നോക്കിക്കോ, നീ എന്നോട് സൂക്ഷിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ സ്ത്രീ പീഡന കേസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതും എൻ്റെ കയ്യിൽ റെക്കോർഡാണ്. ഇതിപ്പോൾ പേടിയാകാൻ തുടങ്ങി. അവരിങ്ങനെ ഓരോ ഭീഷണിപ്പെടുത്തി അവർ സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് അവരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടി തൂങ്ങിച്ചാവും നിങ്ങളെ പേര് എഴുതി വെച്ചിട്ട്. ഇനി അവസാനത്തെ ഘട്ടം അതന്നെ ആയിരിക്കും ചെയ്യുക. എനിക്ക് എൻ്റെ വയനാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഈ പാസ്പോർട്ട് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് അറിയാനോ ഒരു മാർഗ്ഗം അതിനകത്തില്ല. ഇപ്പോൾ അവർ ഓഫീസ് ചെയ്യുന്ന ഓഫീസ് അടച്ചിട്ടേക്കുക. അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത് പാർഷ്യലി ക്ലോസ്ഡ് ആണ്, ടെമ്പററി അല്ല, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറുണ്ട്, ആ നമ്പർ വിളിച്ചെടുക്കത്തില്ല. നമസ്കാരം. മുട്ടയും ശുദ്ധമായ തേനും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് വിദേശത്തേക്കുള്ള വിസ സംഘടിപ്പിച്ചു തരാൻ സാധിക്കുക? തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ബ്രോക്ക്പോർട്ട് ഗ്ലോബൽ എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം കേട്ടാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും. ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരിയിൽപ്പെട്ട ഒരു യുവതിയും സംഘവും പ്രവർത്തിക്കുന്നത് വമ്പൻ തട്ടിപ്പിലൂടെയാണ്. ഈ തട്ടിപ്പ് നടത്തുന്നത് വിദേശത്തേക്ക് വിസ സംഘടിപ്പിച്ചു തരാം എന്ന രീതിയിലാണ്. ലക്ഷങ്ങളാണ് കേരളത്തിലുടനീളമുള്ള നിരവധി ആളുകളിൽ നിന്നും ഈ യുവതിയും സംഘം തട്ടിയെടുത്തത്. ഇന്ന് മറുനാടൻ പുറത്തുവിടുന്നത് സംസ്ഥാന വ്യാപകമായ വമ്പൻ വിസ തട്ടിപ്പിൻ്റെ വാർത്തയാണ്. പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് ലിൻഡോ ജോൺ. ഞാൻ വന്നിരുന്നത് കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ഇത് പിന്നെ ഏതാ കമ്പനി? ഈ കമ്പനിയുടെ പേരെന്താ? ഈ കമ്പനിയുടെ പേര് ബ്രൂക്ക്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് കമ്പനിയുടെ ഓഫീസ്. അവിടെ കൽപ്പദ്രുവം ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓഫീസ് ഇവരുടെ. നിങ്ങൾ എങ്ങനെയാണ് ഇവരെ സമീപിക്കുന്നത്? ഞാൻ ഇവരെ സമീപിക്കുന്നത്, എൻ്റെ മമ്മിക്ക് എനിക്ക് ജോലി ഇല്ലാന്നൊരു ഭയങ്കര വിഷമമായിരുന്നു. അപ്പം എൻ്റെ മമ്മി ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മമ്മിയുടെ അടുത്തൊരു ബന്ധുക്കോസുകാരത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബന്ധുക്കോസുകാരത്തി അവരുടെ ബന്ധുക്കോസുകാരുടെ ഗ്രൂപ്പിൽ ഒരു പ്രാർത്ഥനാ സഹായമായി എൻ്റെ കാര്യം ആവശ്യപ്പെട്ടു. അപ്പോൾ പത്തനാപുരത്തുള്ള ഒരു ജോർജ് സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഗ്രൂപ്പിലൂടെ മമ്മിയുടെ കൂട്ടുകാരത്തിയെ ബന്ധപ്പെടുകയും എനിക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരെ ബന്ധപ്പെടുന്നത്. ഇവരെ ജോലി വാഗ്ദാനം ചെയ്തു? തീർച്ചയായിട്ടും ഇവർ ജോലി വാഗ്ദാനം ചെയ്തത് എനിക്ക് കാന എനർജി എന്നൊരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടാണ് കാനഡയിൽ. വിസ സംഘടിപ്പിച്ചു തരാം, 4 മാസത്തിനുള്ളിൽ ഞാൻ കയറ്റി വിട്ടുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. എത്ര ലക്ഷം രൂപ? എൻ്റെ കയ്യിൽ നിന്ന് ആദ്യ ഗഡുവായിട്ട് 2 ലക്ഷം രൂപയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അത് വാങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി ആദ്യമാണ്. പിന്നീട് ഫെബ്രുവരി 24 ആയപ്പോഴത്തേക്കും ഈ ഫെബ്രുവരി അല്ല, 2023 ഫെബ്രുവരിയാണ്. ഇപ്പോൾ 1.5 വർഷത്തോളമായി. അപ്പം രണ്ടാമത് വാങ്ങിയത് 1.5 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് 3.5 ലക്ഷം രൂപയാണ് എൻ്റെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. മൊത്തം 3.5 ലക്ഷം രൂപ വാങ്ങി. ഇതിന് എഗ്രിമെന്റ് വെച്ചിരുന്നത് എങ്ങനെയാണ്? ഈ ക്യാഷ് കൊടുത്തിരുന്നത്? ഞാൻ ക്യാഷ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും അവരുടെ ഫെഡറൽ ബാങ്ക് പട്ടം ബ്രാഞ്ചിലെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ടിൻ്റെ പേര് ബ്രൂക്ക്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അവരുടെ കമ്പനിയുടെ പേരിൽ തന്നെയുള്ള അക്കൗണ്ടിലോട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത്. പിന്നീട് വിസ ലഭിച്ചില്ല. വിസ ലഭിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കംപ്ലൈൻറ്റ് വരേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് വിസ ലഭിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. വിസയും ലഭിച്ചില്ല, നമ്മുടെ പൈസയും തിരിച്ചു ലഭിച്ചില്ല. പൈസ ഞാൻ തിരികെ ആവശ്യപ്പെടുമ്പോൾ ഇവർ പറയുന്നത് എനിക്ക് പൈസ തരാൻ പറ്റത്തില്ല, പൈസ ചോദിച്ചാൽ ഞാൻ പെണ്ണ് കേസ് എന്നെ ഇതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ
അപമാനിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കള്ളക്കേസിൽ പെടുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവർ എന്നെ കൊണ്ട് അപ്പം കുഴപ്പമൊന്നും ഇല്ലാത്ത സമയത്ത് ഇവർ എന്നെ കൊണ്ട് മറ്റേ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഞാൻ പിന്മാറുന്നതായ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ പൈസ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവരെ വിശ്വസിച്ചു. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ മോഡലൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളായിട്ട് പെരുമാറുന്ന നല്ല രീതിയിൽ വരുത്താനായിട്ട്. അപ്പോൾ ഇവരെനിക്ക് അതിൻ്റെ മോഡലൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് ഇവർക്ക് മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെനിക്ക് തിരിച്ച് മെയിൽ അയച്ച് റിപ്ലൈ തന്നു. 3 ലക്ഷം രൂപയാണ് വാങ്ങിയിരിക്കുന്നത്, 50,000 രൂപ എന്നെ കൊണ്ടുവന്ന പത്തനാപുരത്തുള്ള ജോർജ് കറിയ എന്നുള്ള വ്യക്തിക്ക് കമ്മീഷനായി കൊടുത്തുവെന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് ഇവരൊരു വക്കീൽ നോട്ടീസാണ് അയച്ചിരിക്കുന്നത്. 90 ദിവസമാണ് സെറ്റിൽ ചെയ്യാം അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പിന്നെ വീണ്ടും ഒരു വക്കീൽ നോട്ടീസ് വന്നു. പിന്നെ ഇവരിങ്ങനെ കേസ് നീട്ടിക്കൊണ്ട് പോകാനാണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി. ഈ കമ്പനിയെ പറ്റി ഞാൻ കൂടുതലായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കമ്പനി വെറും ഒരു പേപ്പർ കമ്പനി അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രമായി ഉണ്ടാക്കിയ ഒരു കമ്പനി. ഇവരുടെ GST നമ്പരൊക്കെ ഉണ്ട്. അതൊക്കെയാണ് GST നമ്പർ, വിസിറ്റിംഗ് കാർഡ്, ഇവരുടെ കണ്ടാണ് ഇവരുടെ വെബ്സൈറ്റ്. വളരെ പ്രൊഫഷണൽ രീതിയിലാണ് ഇവരുടെ വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും നല്ല ഭംഗിയായിട്ടാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇവരുടെ ഹെഡ് ഓഫീസ് സിംഗപ്പൂർ എന്നൊക്കെയാണ് വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വെബ്സൈറ്റ് നല്ല ഒരു പ്രൊഫഷണൽ കമ്പനി നടത്തുന്ന വെബ്സൈറ്റ് പോലെയാണ് നമുക്ക് കണ്ടു തോന്നുന്നത്. പിന്നെ ഇവർക്ക് ഓഫീസുണ്ട്. ഇതൊക്കെ കണ്ട വിശ്വസിച്ചാണ് പൈസ കൊടുത്തത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഇവർ GST നമ്പറിൻ്റെ ഫോളോ അപ്പ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇങ്ങനെയും പ്രകൃതി സംബന്ധമായ വസ്തുക്കൾ, അതായത് നാച്ചുറൽ ഹണി, തേൻ, നെല്ലിക്ക, ധാന്യങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വിൽപ്പന നടത്താനുള്ള ലൈസൻസേ ഉള്ളൂ. പിന്നെ ഞാൻ നോർക്കെ പോയി അന്വേഷിച്ചു ഇതിനെപ്പറ്റി. നോർക്കെ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ലൈസൻസ് ഇല്ല, ഇവർക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഞാൻ ഇവരെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇവരുടെ പേര് ഒരുപാട് കേസുകളൊക്കെ ഈ കോർട്ടിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഭർത്താവായ ശ്രീ സാജു സൈമനാണ് കമ്പനിയുടെ ഫൗണ്ടർ എന്നും ഇവർ വർഷങ്ങളായിട്ട് എയർലൈനിലൊക്കെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തതാണെന്നും അത്തരത്തിൽ ഇവർക്ക് ധാരാളം ബന്ധങ്ങളുണ്ടെന്നും പിന്നെ ഇവരുടെ മകൻ രോഹിത് സാജു ഇവരൊക്കെ കൂടി ഈ 3 പേരും കൂടിയാണ് കമ്പനി നടത്തുന്നതെന്നും ഇവരുടെ ഭർത്താവായ ശ്രീ സാജു സൈമൻ തിരുവനന്തപുരത്തുള്ള VK പ്രശാന്ത് MLA PA ആണെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ VK പ്രശാന്ത് MLA വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവരെ VK പ്രശാന്ത് MLA PA അല്ലെന്നൊക്കെ ഞങ്ങൾ അറിയിച്ചു. അപ്പം ഇതിനു മുമ്പ് ഞങ്ങളോട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇവർ യഥാർത്ഥത്തിൽ വയനാടുകാരാണെന്നും ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ടാണ് ഇവരെ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് ഹസ്ബൻഡിന് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് വന്നതെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവർ വയനാട്ടുകാർ തന്നെയാണോ? വയനാട്ടിൽ ഇവർക്ക് സ്ഥലമുണ്ട്. ഇവരുടെ GST അഡ്രസ്സ് വയനാട് പയ്യമ്പള്ളിയിലാണ്. അവർക്ക് ഇവിടെ 12 ഏക്കർ സ്ഥലമുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. യെസ്, ഇപ്പോൾ ഞങ്ങൾ ഇവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ആർക്കൊക്കെ പരാതി ഇപ്പം എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറവലങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പം അവിടെ ഓൾറെഡി FIR ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ കേസെല്ലാം പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ SP NRI കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. VK പ്രശാന്തിന് ഞാൻ ഒരു തവണ മെയിൽ അയച്ചിട്ടുണ്ട് PA പറഞ്ഞിട്ട്. അവരുടെ പേര് ഉൾപ്പെടുത്തിയാണ് ഞാൻ മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടോ ഇവിടെ? നിലവിൽ ഇപ്പോൾ ഈ കമ്പനി ഇവിടെ അടച്ചു കിടക്കുകയാണ്. അവിടുത്തെ താഴത്തെ കടകളിലൊക്കെ ഞാൻ അന്വേഷിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയുമ്പോൾ ധാരാളം പേര് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടും ധാരാളം പേർക്ക് പൈസ കൊടുക്കാനുള്ളതായിട്ടും ഒക്കെ എനിക്കറിയാൻ സാധിച്ചു. അതായത് താഴെ ഇവരുടെ ഓഫീസിൻ്റെ പരിസരത്തുള്ള കമ്പനിക്കാരെല്ലാം പറയുന്നത് ഇവർ പക്ക ഫ്രോഡാണെന്നാണ്. ഇത് എല്ലാ രാജ്യങ്ങളിലേക്കും വിസ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളിലേക്കാണോ? എനിക്ക് കാനഡയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ചിലർക്ക് ആദ്യം സിംഗപ്പൂരിന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോഴും അവർ പോസ്റ്റ് ഇടുന്നുണ്ട്. അവരുടെ ബ്രൂപ്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ചാനലുണ്ട് ഇവർക്ക്. അവിടെ ഇവരെ ഇപ്പോഴും നല്ല പ്രൊഫഷണലായ രീതിയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു സിംഗപ്പൂർക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ UAEക്ക് എടുക്കുന്നുണ്ട്, ദുബായിക്ക് എടുക്കുന്നുണ്ട്,
കാനഡയ്ക്ക് വീണ്ടും ട്രക്ക് ഡ്രൈവർമാരെ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും അവരുടെ തട്ടിപ്പ് നിർബാധം തുടരുകയാണ്. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര സ്വാധീനമുണ്ട്. അതായത് പലപ്പോഴും മതപരമായിട്ടുള്ള ആൾക്കാരെ വഴിയാണ് ഇവർക്ക് ഇവിടെ പലപ്പോഴും പെട്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പെട്ടുപോയത് ഒരു പാസ്റ്റർ വഴിയാണ്. അതുപോലെ വേറെ ചിലരും പാസ്റ്റർ വഴി പെട്ടുപോയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പേര് വയനാട്ടിലൊരു അച്ഛൻ വഴി പെട്ടുപോയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ആത്മീയമായ അപ്പോൾ അവർക്ക് ഇവർ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ കമ്മീഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന ആൾക്കും വേറൊരു അതായത് ഞങ്ങളെ കൊണ്ടുവന്ന ആളൊരു ജോർജ് സ്കറിയാണ്. അയാൾക്ക് 50,000 രൂപ കൊടുത്തതായിട്ട് മെസ്സേജ് ഉണ്ട്. അപ്പം എനിക്ക് വന്ന പിന്നെ വേറൊരു ആളെ കൊണ്ടുവന്ന രാജൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അങ്ങനെയാണ് മെയിൽ വന്നിരിക്കുന്നത്. ജോർജ് സ്കറിയ ഓർ രാജൻ. അപ്പോൾ 50,000 രൂപ പെയ്ഡെന്ന് അങ്ങനെയാണ് എനിക്ക് മെയിൽ അയച്ചു തന്നിരിക്കുന്നത്. ചേട്ടൻ എവിടെയാ സ്ഥലം, എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി ഷിഹാബ് എന്നാണ്. ഞാൻ കമ്പനി എങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ കാനഡയ്ക്ക് വിസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി GCC പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ കാനഡയിലേക്ക് വിസ ഉണ്ട്, നല്ല ശമ്പളം ഉണ്ട് പറഞ്ഞിട്ട് അവരെ നമ്പർ തന്നു. ഈ ഡോൾസി എന്ന് പറയുന്ന ഒരാളെ നമ്പറാണ് എനിക്ക് തന്നത്. ഈ നോബിൾ എന്ന് പറഞ്ഞ ആളെ തന്നത്. വയനാട്ടിൽ എൻ്റെ സുഹൃത്താണ്. അവർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിസ ഉണ്ട്, കുഴപ്പമില്ല, നല്ല സാലറി ഉണ്ട്, 3 ലക്ഷം സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് 1 ലക്ഷം പേ ചെയ്യണം, പേ ചെയ്താൽ നമുക്ക് നാളെ തന്നെ പേപ്പർ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 1 ലക്ഷം രൂപ പിറ്റേ ദിവസം തന്നെ കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? അത് ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അത് 2 അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. 50,000 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും എൻ്റെ അക്കൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അത് മാനന്തവാടി പിന്നെ ഒരു ഹോട്ടലിലാണ് വന്നത്. ആ ഹോട്ടലിൽ വന്നിട്ട് അവരവിടെ ഹോട്ടലിൻ്റെ റൂമിൽ നിന്നാണ് എൻ്റെ അടുത്ത് പൈസ വാങ്ങിയതും എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു. എഗ്രിമെൻറ്റിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പേപ്പർ വന്നു, ഓഫർ ലെറ്റർ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്ന് ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് അയച്ചു കൊടുത്തു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ലെറ്ററും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്ന് അവരെ ഓഫീസ് ഇവിടെ ഈ സാസമംഗലത്താണ്. അവിടെ വന്നിട്ട് 1 ലക്ഷം രൂപയും കൂടി അവർക്ക് കൊടുത്തു. 1 ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് എന്താണ് പേപ്പറിൽ എഴുതിയിട്ടുള്ളതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ മലയാളം മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് അറിയില്ല. ജോലീൻ്റെ മോഹം കൊണ്ട് ഞാൻ അതിലേക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തു. 1 ലക്ഷം രൂപ അപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ബയോമെട്രിക് എടുക്കണം, ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞിട്ട് പൈസ അല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലയെന്ന് പറഞ്ഞു. ക്യാഷ് ഞങ്ങൾ അടച്ചോളാം, നീ പോയിക്കോ, എന്നിട്ട് വന്നിട്ട് ക്യാഷ് ഇട്ട് തന്നാൽ മതി പറഞ്ഞു. പോയി ബയോമെട്രിക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വന്ന് 1.5 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ട് അത് ഇവരെ ഗ്രൂപ്പ് ബോർഡിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 1.5 ലക്ഷം അയച്ചു കൊടുത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട സമയമായിട്ടും ഇവർ പാസ്പോർട്ട് വിളിക്കണില്ല. വിളിക്കാതായപ്പോൾ ഞാൻ ഇവരെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊറിയർ അയക്കാൻ പറഞ്ഞു. കൊറിയർ അയക്കാൻ പറഞ്ഞപ്പോൾ കൊറിയർ ഞാൻ അയക്കാതെ ഞാൻ നേരിട്ട് എറണാകുളത്ത് എത്തിക്കുകയത്. തിരുവനന്തപുരത്തേക്ക് ഞാൻ ബസ് കയറിയപ്പോൾ എന്നോട് പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് വരണം, ഞാൻ എറണാകുളത്തേക്ക് വരുന്നുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ രാവിലെ എറണാകുളത്ത് വെയിറ്റ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ലേഡീനെ ഞാൻ കാണുന്നത്. അവരടുത്ത് ഞാനിത് കൊടുത്ത് പാസ്പോർട്ട് അവർ വണ്ടിയിൽ ഈ ഡോൾസി എന്ന് പറയുന്ന ആണ് ഈ ഗ്രൂപ്പ് ബോർഡിൻ്റെ ഡയറക്ടറാണ്. അവർക്കാണ് ഞാനിത് കൊടുക്കുന്നത്. അവർ തിരുവനന്തപുരത്തുള്ള പട്ടത്താണ് അവരുടെ വീടുള്ളത്. അവർ ഇതുപോലെ പാസ്പോർട്ട് ഒരു ടാക്സി വാഹനത്തിൽ വന്നിട്ടാണ് എൻ്റെ അടുത്ത് വാങ്ങിയത്. ഞാൻ എൻ്റെതും നോബിളിൻ്റെ പാസ്പോർട്ടുണ്ട്, 2 പാസ്പോർട്ടും അവർക്ക് കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ അത് നടപടി ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇത് വെയിറ്റ് ചെയ്ത് ഒരുപാട് ദിവസമായി. 16 മാസം കഴിഞ്ഞ് 17ാമത്തെ മാസം ഞാൻ അവർക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല. നിരന്തരം ഞാൻ വിളിക്കലുണ്ട്. എൻ്റെ ഫോണിൽ ഇത് നോക്കിയാൽ തന്നെ അറിയാം. മെസ്സേജ് ചെയ്തപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ മെയിലിലേക്ക് അയക്കണം, നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെന്നുള്ളത് മെയിലിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും താമസമായതുകൊണ്ട് എനിക്ക് ഇനി പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ക്യാഷ് മതി, എൻ്റെ പാസ്പോർട്ടിന് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. ആ മെയിലിലേക്ക് അയച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് വിട്ട നോട്ടീസാണിത്. ഈ ഗിരിജ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ഇതിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത്. വക്കീൽ നോട്ടീസ് അയച്ച് 3.5 ലക്ഷം കൊടുത്തിട്ട് 3 ലക്ഷത്തിൻ്റെ നോട്ടീസാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു 3.5 ലക്ഷം റുപ്യേൻ്റെ നോട്ടീസ് വീണ്ടും വന്നു. അത് വന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ച് എന്തിനാപ്പം മേഡം ഇങ്ങനെ നോട്ടീസ് അയച്ചു? ഞാൻ നോട്ടീസിലല്ലല്ലോ പൈസ തന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണല്ലോ വിട്ട്. 16 മാസം കഴിഞ്ഞ് 17ാമത്തെ മാസമാണ് ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുന്നത്. നിങ്ങൾ വിഡ്രോ ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കമ്പനിക്ക് നഷ്ടമുള്ളതുകൊണ്ട് അത് പൈസ തിരിച്ചു തരാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് എൻ്റെ ലീഗൽ പ്രൊസീജിയർ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ വിളിക്കേണ്ട, വക്കീലിനെ വിളിച്ചാൽ മതിയാണ്. വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു ഞാനതുമായിട്ട് ഉത്തരവാദിത്തമൊന്നുമില്ല, എന്നോട് ഇവർ നോട്ടീസ് അയക്കാൻ പറഞ്ഞു. ആ നോട്ടീസാണ് ഞാൻ അയച്ചത്. 3 ലക്ഷത്തിൻ്റെ നോട്ടീസ് അയക്കാൻ പറഞ്ഞു, അത് 3ൻ്റെ അയച്ചു. ഇനി 3.5ൻ്റെ ആണെങ്കിൽ 3.5ൻ്റെ നാളെ അയക്കുന്നുണ്ട്, അത്
അതാ എന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പൈസ ആയിട്ട് യാതൊരു ഉത്തരവാദിത്വം ഞാൻ ഏൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഞാൻ വിളിച്ച അതും റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്. ആദ്യം വിളിച്ചതും രണ്ടാമത് വിളിച്ചതും റെക്കോർഡാണ് എൻ്റെ അടുത്ത് ഈ വക്കീലിനെ. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവരെ കാണുന്നില്ല. ഇവരെ ഓഫീസ് പൂട്ടിപ്പോയിട്ടുണ്ട്. അവരെ ബിൽഡിംഗ് ഓണറെ ഞങ്ങളൊരു പ്രായമായ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചീൻ്റെ മകളെ മകനെ കിട്ടി അവർ സ്കൂൾ മാഷായിട്ടാണ് തോന്നുന്നത്. അവരെ വിളിച്ച് അവരെ അമ്മയാണ് ഈ ബിൽഡിംഗ് കൊടുത്തതെന്ന് പറഞ്ഞ് അവരെ കോയമ്പത്തൂരിലേക്ക് വിളിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോൾസി എന്ന് പറഞ്ഞ ഈ സ്ത്രീ തിരിച്ച് വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാപ്പോൾ അവിടെ വന്നത്, നിങ്ങൾക്ക് പൈസ തരാനുള്ളത് തരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കുറേ ദിവസം ഇട്ട് വട്ടം കറക്കി തരുന്നേ ഇല്ല. അങ്ങനെ നാളെ ഇപ്പോൾ പോവാം, നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കും, നാളെ ചെയ്യാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നാളെ എറണാകുളത്തേക്ക് എത്തിക്കോളാം പറഞ്ഞു. തിരിച്ച് ഞാനവിടെ ചെന്ന് 2-ാം തീയതി തിരിച്ച് വരേണ്ട ആൾ ഇവനെ നോബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു 5-ാം തീയതി വന്നാൽ മതി പറഞ്ഞു. എന്നെ വിളിച്ചില്ല, നോബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു 5-ാം തീയതി വന്നായിരുന്നു. 5-ാം തീയതി നോക്കുമ്പോൾ തന്നെ 5-ാം തീയതി വീണ്ടും നോട്ടീസാണ് വരുന്നത്. ഇത് ഈ പൈസൻ്റെ ഇത് പറഞ്ഞിട്ട് അങ്ങനെ അറിയുന്ന ആളെ കൊണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിനകത്ത് പൈസ തിരിച്ച് തരില്ല എന്നുള്ളതാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നീ കിട്ടും പോലെ നോക്കിക്കോ, നീ എന്നോട് സൂക്ഷിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ സ്ത്രീ പീഡന കേസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അതും എൻ്റെ കയ്യിൽ റെക്കോർഡാണ്. ഞാൻ ആ സ്ത്രീ എപ്പോൾ സംസാരിക്കണോ അപ്പോഴൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യലാണ്. ഇതിപ്പോൾ പേടിയാകാൻ തുടങ്ങി. അവരിങ്ങനെ ഓരോ ഭീഷണിപ്പെടുത്തി അവർ സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് അവരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പലവട്ടം വിളിച്ചാലും എടുക്കലില്ല. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ മാസം പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ തരുന്നില്ല, വിളിച്ചാലും എടുക്കില്ല. ഇന്നും എന്നോട് പറഞ്ഞ് പൈസ തരാം, ഞാൻ തിരുവനന്തപുരത്തുണ്ട് പറഞ്ഞിട്ട് ഇന്ന് പൈസ തരാറുണ്ട്, ഇന്നും തന്നിട്ടില്ല. അത് അവർ പറയുക ഡൽഹിയിലാണെന്ന്. എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ അവർ തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ വീട്ടിലാണെങ്കിൽ ജപ്തിക്ക് ആൾക്കാർ വന്നിട്ട് ഓരോ ഫൈനാൻസിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ട് ലോൺ അടക്കമായിട്ട് വണ്ടീൻ്റെ ലോൺ അടക്കമായിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വീട്ടിലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ മൊബൈലിലേക്ക് അത്ര മെസ്സേജാണ് വരുന്നത്, ലീഗൽ നോട്ടീസ് അയക്കും, ബുദ്ധിമുട്ടാക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട ഞാൻ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അത്രയും പൈസ മുടക്കിയിട്ടാണ് ഈ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ പൈസ ഉണ്ടാക്കി കൊടുത്തതും. നിലവിലിപ്പം നിങ്ങൾ കേസ് കൊടുത്തോ? കേസ് ഇപ്പം നിലവിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അവർ സ്പീഡാക്കി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലും ഇവർക്ക് ഏജന്റുമാരുണ്ടോ? വയനാട്ടിൽ ഏജന്റുമാരില്ല. മകനും ഇവരെ ഭർത്താവുമാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളത്. ഇവരെ മകനെ നമ്മളെ റിലീസിൽ കാണുന്നേ ഇല്ല. ഭർത്താവിനെ വിളിക്കുമ്പോൾ ഭർത്താവ് 10 വർഷമായിട്ട് ഞാൻ പിന്നെ ഭാര്യയായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. ഈ ഭർത്താവിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇതിൻ്റെ അഡ്വൈസറായിട്ടുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. അവരുടെ പേരിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. അവരെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ പറയാം ഞാൻ അവരായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത്. 3.5 ലക്ഷം രൂപ ചേട്ടന് നഷ്ടപ്പെട്ടു. 3.5 ലക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ എല്ലാ പൈസയും എനിക്ക് തിരിച്ച് കിട്ടിയ എൻ്റെ വളരെ ഉപകാരം. അല്ലെങ്കിൽ ആത്മഹത്യേൻ്റെ വക്കിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കെട്ടി തൂങ്ങിച്ചാവും നിങ്ങളെ പേര് എഴുതി വെച്ചിട്ടേന്ന്. ഇനി അവസാനത്തെ ഘട്ടം അതന്നെ ആയിരിക്കും ചെയ്യുക. എനിക്ക് എൻ്റെ വയനാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കമ്പനിയുടെ ഓണർമാരുടെ പേര് ഒന്നുകൂടെ വ്യക്തമായി പറയാം. ഡോൾസി സാജു ജോസഫ്, സാജു എന്ന് പറയുന്നത് വേറെ ഒരാളും കൂടി ഉണ്ട്, അവരുടെ ഭർത്താവാണ് സാജു. പിന്നെ രോഹിത്ത്, ഈ രോഹിത്തും പിന്നെ ഡോൾസിയും കൂടെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ളത്. ഓഫീസിൽ വന്നപ്പോൾ ഒക്കെ രോഹിത്തിനെയും ഇവരെ അമ്മേനെ ഞാൻ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഈ ശാസ്തമംഗലത്തുള്ള ഓഫീസിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓഫീസ് ഇപ്പോഴും അവിടെ അടഞ്ഞു കിടക്കുകയാണ്, ഇപ്പോഴും അടച്ചിട്ടിട്ടുണ്ട്. അതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. എൻ്റെ പേര് നോബിൾ എന്നാണ്, വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് വിസയ്ക്ക് വേണ്ടി ഇവരെ സമീപിച്ചത്? എങ്ങനെയാണ് സമീപിച്ചത്? അത് ഷിൻഡോ എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ്റെ കുടുംബക്കാരനാണ് ഷിൻഡോ എന്ന് പറഞ്ഞത്. ഈ ഷിൻഡോ വഴിയാണ് ഇത് അറിഞ്ഞതും ഇവർക്ക് പൈസ കൊടുത്തത്. ഷിൻഡോ ഈ വയനാട്ടുകാരനാണോ? ഷിൻഡോ വയനാട്ടുകാരനാണ്. ഈ ഏത് രാജ്യത്തേക്ക് കൊണ്ടാവെന്ന് പറഞ്ഞു? കാനഡ എന്നിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ജോലി വാഗ്ദാനം? അവിടെ സൂപ്പർവൈസർ നാഫ്ത എന്ന് പറയുന്ന ഫുഡിൻ്റെ ഒരു കമ്പനി ഉണ്ട്, അവിടെ സൂപ്പർവൈസറിൻ്റെ ഇതിലേക്കാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എത്ര പൈസ? ഞാൻ 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പൈസ? ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ കൊടുത്തത്. 2022 ഒക്ടോബറിലാണ് ഞാൻ പൈസ കൊടുത്തത്. അന്നാണ് സൈൻ ചെയ്തത്. 4 മാസം കൊണ്ട് പോകുന്നതാണ് അവർ പറഞ്ഞത്. 4 മാസം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പോയിട്ടില്ല. അപ്പോഴാണ് ഞാൻ പൈസ തിരിച്ച് ചോദിച്ചത്. അപ്പോൾ പൈസ ഇവർ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് അപ്പം എൻ്റെ വീട് സ്ഥലം ജപ്തിയിലായി നിൽക്കുകയാണ്. ഈ ജപ്തിയിലായി നിൽക്കുമ്പോൾ ഞാൻ ഇവരോട് ഈ പൈസ അടയ്ക്കാൻ വേണ്ടി ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് നിങ്ങളെ അസൗകര്യം മൂലം പോകാൻ കഴിയില്ല എന്ന് ഇമെയിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസയും പാസ്പോർട്ടും തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇമെയിൽ ചെയ്ത പിറ്റേ ദിവസമാണ് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നത്. ഇവരെന്താണ് പൈസ ചോദിക്കുമ്പോൾ എന്താണ്? പൈസ ഇവർ ഫോൺ എടുക്കൂല. അടുത്ത ആഴ്ച തരാം, ഇത് കുറച്ച് കഴിയട്ടെ. ഇനിയിപ്പോൾ ഒരു ഗിരിജ എന്ന് പറഞ്ഞാൽ വക്കീലിനെ കാണാനും
ഞാൻ വക്കീലിനെ നോട്ടീസാണ് വന്നത്. വക്കീലിനോട് സംസാരിച്ചാൽ മതി, പൈസേൻ്റെ കാര്യം അവർ റെഡിയാക്കും നമ്മുടെ. അങ്ങനെ ഈ ഗിരിജ എന്ന് പറഞ്ഞ വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ പറഞ്ഞത് ഇവർ മറ്റേ പൈസ തന്നു, കുറച്ച് പേർക്ക് നോട്ടീസ് അയക്കാൻ പറഞ്ഞു, അയച്ചു, അത്രേ ഉള്ളൂ. അവർ ആ ഒരു ബന്ധം അവർക്കുള്ളൂ, അത് കൂടുതൽ അവർക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞു. ഇത് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ ഇത്രയും ലക്ഷം രൂപ അയച്ചു കൊടുത്തത്? ഇവരുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കാണ് ഞാൻ കൊടുത്തത്. അവരുടെ പേര് തന്നെയാണ് എഴുതി കാണിക്കുന്നത്? അതെ അതെ, ഡോൾസി സജു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും പരാതി കൊടുത്തോ? ഇന്നിപ്പോൾ ഇവിടെ NRI സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാതെ അടുത്ത ദിവസങ്ങളിൽ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതാണ്. ഈ വയനാട്ടിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യിപ്പിച്ച ഒരാള്. ഈ ഷിൻഡോ എവിടുത്തെ? വയനാടുകാരനാണ്. ഷിൻഡോയ്ക്കും ഇതേപോലെ പൈസ കൊടുക്കാനുണ്ട്. ഷിൻഡോയ്ക്ക് പൈസ കൊടുക്കും? ഷിൻഡോയ്ക്കും ഇതേപോലെ പൈസ കൊടുക്കാനുണ്ട്. ഷിൻഡോ ഇതിന്റെ ഏജന്റ് ആണോ? അല്ലല്ല, ഇത് പുള്ളി നമ്മളൊരു ഹെൽപ്പ് ചെയ്തതാണ്, പക്ഷെ പുള്ളിയും പെട്ടു. അതായത് പള്ളിയിലച്ചൻ വഴി? അതെ അതെ അതെ. ഇതാണ് അവരെ അക്കൗണ്ടിലേക്ക് എടുത്ത പൈസ. എൻ്റെ സ്ഥലം കൊല്ലം പരവൂരാണ്. ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ചതിയുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഏത് വർഷം? 2022 നവംബറിലാണ് ഞങ്ങളതിൻ്റെ തുടങ്ങുന്നത് ഫസ്റ്റ്. അപ്പം ഞാനിവിടെ വരുന്നതെന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് മുഖാന്തരം ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇവിടെ വരുന്നത്. വന്ന് ഞാനൊരു ജോബിൻ്റെ ഒരു അന്വേഷണം നടത്തി തിരിച്ചു പോവുകയാണ് ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഇതിനൊരു വേക്കൻസി ഉണ്ട്, വരണമെന്ന് പറഞ്ഞ് വന്നു. ഏത് രാജ്യത്താണ്? കാനഡയിലേക്കാണ് പറഞ്ഞത്. എന്ത് ജോബാണ്? സൂപ്പർവൈസർ ജോബാണ്. ഇവിടെ വന്ന് ഞാൻ ആദ്യം ഡ്രൈവർ ജോബിന് വേണ്ടിയാണ് കൊടുത്തിരുന്നത്. അപ്പം അവർ പറഞ്ഞു എൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പർവൈസർ ജോബിലേക്ക് പറ്റും. നാഫ്ത എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതിലേക്കായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ മറ്റേ ആ ജോബാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞില്ല, ഇത് ഇത്തിരി കൂടെ സാലറി ഉള്ളതുകൊണ്ടും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഇതാണെന്നും പറഞ്ഞിട്ടാണ് ഈ നാഫ്ത ഗ്രൂപ്പിലേക്ക് ഡീറ്റെയിൽ നമുക്ക് തരുന്നത്. ഞങ്ങൾ വലിയ അന്വേഷിക്കുമ്പോൾ നാഫ്ത എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, അവിടെ ഹയറിംഗ് നടക്കുന്നതായിട്ട് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഞങ്ങളിത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഒരു മേടിച്ചു. എത്ര രൂപ? ആദ്യം 50 മേടിച്ചത്. ഇതിന് എഗ്രിമെന്റ് വെച്ചിരുന്നു? അതിന് 50 മേടിക്കുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ഒരു എഗ്രിമെൻറ്റ്, നമ്മൾ ഇതിന് പോകാനായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 50 മേടിക്കുന്നവർ. ക്യാഷ് എങ്ങനെയാണ് കൊടുത്തത്? ഞാൻ ആദ്യത്തെ അവരുടെ കയ്യിലും ബാക്കിയെല്ലാം അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. ഇവിടെ ഓഫീസിൽ വന്നാണ് കൊടുത്തത്. എല്ലാം ഈ പേയ്മെൻറ്റും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഓഫീസിൽ വന്നായിരുന്നു ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ വന്നു ഈ പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞ് ഇവിടെ വിളിപ്പിച്ചു. ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ തന്നു. വായിച്ചപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സംശയം തോന്നുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വായിച്ചു നോക്കി. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിന് മുമ്പ് ചെറിയ അന്വേഷണം നടത്തിയിരുന്നു, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നൊക്കെ അനുസരിച്ച്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവർ തന്നതും ആ ലെറ്ററും ആ കാര്യങ്ങളെല്ലാം. ഒരു മാന്യമായ രീതിയിൽ ഇടപെടുന്നു, കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ അതിൻ്റെ ബാക്കി പേയ്മെൻറ്റ് കുറച്ച് പൈസ കൊടുത്തു വീണ്ടും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ ഒരു VFS എടുക്കാൻ വേണ്ടി, അതായത് നമ്മൾ ബാംഗ്ലൂർ, ആദ്യം ചെന്നൈയിൽ നിന്നാണ് പറഞ്ഞത്, പിന്നെ പറയാം ബാംഗ്ലൂർ പോകണം VFSന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ഞങ്ങൾ തന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് മൊത്തം പൈസയും കൊടുക്കണമെന്ന് പൂർണ്ണമായിട്ട് എന്ത് തരണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് വിസ വന്നിട്ട് ബാക്കി തന്നാൽ മതി, ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതല്ല, ഈ VFS കഴിഞ്ഞാൽ പിന്നെ സഡനാണ്, പെട്ടെന്നായിരിക്കും പോക്ക്. അപ്പം നിങ്ങൾ ആ പേയ്മെൻറ്റ് ആദ്യം തന്നാലേ ഞങ്ങൾ VFSനുള്ള കാര്യങ്ങൾ ചെയ്തു തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ VFSന് പോണത്. ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു. അതിൽ 25,000 രൂപ, 3,75,000 രൂപ ഞാൻ കൊടുത്തു. 25,000 രൂപ അവിടെ ബ്ലോക്കായിരുന്നു. അത് ഇവരുടെ ഒരു ബന്ധപ്പെട്ടിലാണ് ബ്ലോക്കായത്. അതിനുശേഷം വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ ബാക്കി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ, നമ്മളെ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം വന്ന സമയത്ത് അവർ പറഞ്ഞു അതിൻ്റെ പേരിൽ ചെറിയ ഡിലേ ഉണ്ട്. കാരണം അവിടെ എംബസിയുടെ ആൾക്കാർ തിരിച്ചു പോകുന്നവരുമായി ബന്ധപ്പെട്ടും എംബസിയുടെ എണ്ണം കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടും ഒരു ഡിലേ, ഇതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം വർഷം ഈ പറഞ്ഞ ഇത്ര നാളായി, ഞാൻ ഒരുപാട് നാളായിട്ട് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഉത്തരവ് തരത്തില്ല. എന്ന് പോകാൻ പറ്റുമെന്നോ എന്താണ് ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അവർ അത് ഉത്തരം പറയത്തില്ല. അപ്പം ഫോൺ ചെയ്തെടുക്കത്തില്ല. നമ്മൾ വാട്സപ്പിൽ തന്നെ നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഓപ്പണായി കണ്ടിട്ട് അതിന് എന്തെങ്കിലും റിപ്ലൈ ആയിട്ട് വരും. നമുക്കൊരു അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വയ്ക്കാൻ സാധിക്കത്തില്ല. ഈ ലാസ്റ്റ് ഞാൻ അയച്ചൊരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത് വന്ന അവധിയായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഇത് മെസ്സേജ് അയച്ചപ്പോൾ അവരെന്ത് പറയാം, ഇന്ന് എംബസി അവധി എന്നാണ്. കഴിഞ്ഞ മാർച്ചിൽ അവർ പറഞ്ഞെന്ന് പറയുന്നത് കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എംബസി അവധി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ കണക്കെടുപ്പും എംബസിയായിട്ട് എന്താണ് ബന്ധം? ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് അവധിയാണ്, എന്നെ ബന്ധമില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം വളരെ കർശനമായിട്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും പറഞ്ഞ് കോൾ കട്ട് ചെയ്യും, പിന്നെ എടുക്കത്തില്ല. അപ്പം എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പാസ്പോർട്ട് അവരുടെ കയ്യിലാണ്. എൻ്റെ കൂടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പയ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ വിസ അടിച്ചു എന്നാണ് പറഞ്ഞത്, വിസ അടിച്ചേക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ പാസ്പോർട്ടിന് വേണ്ടി ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും, ഫോൺ എടുക്കത്തില്ല, റിപ്ലൈ ഇല്ല. ഇപ്പം പാസ്പോർട്ടും ഇല്ല, കയ്യിലെ പൈസയും പോയി, എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തുമില്ല. എത്ര ലക്ഷം രൂപ പോയി? ഞാൻ 3,75,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിശദീകരണം ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. പൂർണ്ണമായൊരു ഉത്തരവില്ല. ലാസ്റ്റ് ഞങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങൾ ടൈം എടുത്ത പ്രോബ്ലം ഇല്ല, പക്ഷേ ഇത് എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരവില്ല. അവർ പറയാൻ അത് എംബസിയുടെ എന്ത് ചോദിച്ചാലും ഞങ്ങൾ ലോയേഴ്സിനോട് ചോദിക്കട്ടെ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ലോയേഴ്സോട്ടും സംസാരിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. അല്ല, അത് ലോയർ നിങ്ങളോട് സംസാരിക്കത്തില്ല, ഞങ്ങളോട്ട് സംസാരിക്കുള്ളൂ.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പാസ്പോർട്ട് തരുമ്പോൾ ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമല്ലോ, എന്താണ് അവസ്ഥ. അല്ല, അത് ഞങ്ങൾ തിരക്കി പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഈ പാസ്പോർട്ട് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് അറിയാനോ ഒരു മാർഗ്ഗം അതിനകത്തില്ല. ഇപ്പോൾ അവർ ഓഫീസ് ചെയ്യുന്ന ഓഫീസ് അടച്ചിട്ടേക്കുക. അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത് പാർഷ്യലി ക്ലോസ്ഡ് ആണ്, ടെമ്പററി അല്ല ആണ്, ക്ലോസ്ഡ് ആണ്, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറുണ്ട്, ആ നമ്പർ വിളിച്ചെടുക്കത്തില്ല. നിങ്ങളിപ്പോൾ പരാതി കൊടുത്തോ ആർക്കെങ്കിലും? പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇവിടെ NRSL വന്നിട്ടുണ്ടായിരുന്നു, അവിടെ പരാതി കൊടുത്തേക്കാണ്. അവിടുന്ന് അവർ ഇതുമായിട്ട് വേറെ ആൾ കൊടുത്ത പരാതി മേലെ അവർ വിളിച്ചപ്പോൾ ആ പോലീസുകാർക്കെതിരെ അവർ പരാതി കൊടുത്തേക്കുക. ഇവർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല മറ്റുള്ളവർ പറഞ്ഞു തരുമെന്ന് വെച്ചാൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരത്ത് അവരെ വേറെ രീതിയിലൊക്കെ കേസിൻ്റെ രീതി മാറ്റിക്കൊണ്ട് അവരെ ഹരാസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞു അവമാനിച്ചു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാർക്കെതിരെ പറഞ്ഞേക്കുന്ന പോലും അങ്ങനെയാണ്. അവർ സെക്ഷലി ഹരാസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവർക്കെതിരെ അവർ കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രത്തോളം അവർ ഇതിനെ ഈ പറയുന്ന ഇത്തരം ആൾക്കാർ ജീവിതം വെച്ചാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അന്ന് ആ കമ്പനിയിൽ പോകുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? എനിക്ക് അന്ന് അതിൻ്റെ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഹസ്ബൻഡാണ് ഇതിൻ്റെ ഫൗണ്ടറെന്നും മകൻ രോഹിത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഡോൾസിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഡോൾസി എന്ന് പറഞ്ഞ മേഡവും ഈ രോഹിത് എന്ന് പറഞ്ഞ മകനുമാണ് പൈസ മേടിക്കുമ്പോഴെല്ലാം ഉണ്ടായിരുന്നത്. ഫൗണ്ടർ എന്ന് പറഞ്ഞത് ഹസ്ബൻഡിനെയാണ്. പക്ഷേ ഹസ്ബൻഡിനോട് ഞാനായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് കൊടുക്കുമ്പോൾ പോലും ഒരു ഞായറാഴ്ച ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത്, ശനിയാഴ്ച വിളിച്ചിട്ട് പറയുന്നു തിങ്കളാഴ്ച പാസ്പോർട്ട് അയക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എൻ്റെ അറേഞ്ച്മെൻറ്റിലായിരുന്നു. അപ്പം ഞായറാഴ്ച രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ഡൽഹി പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ട് അയക്കണ്ട, പകരം ഇനി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ വരുന്ന വഴിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓഫീസിൽ വരണ്ട, ഞാനിവിടെ പാളയം പള്ളിയുടെ അടുത്തുണ്ട്, എനിക്കവിടെ വരേണ്ട കാര്യം അവിടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അയക്കുന്ന അതേ രീതിയിൽ കവറിലിട്ട് അഡ്രസ്സെല്ലാം എഴുതിയാണ് ഇവരെ കൈ പാസ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പം ഈ മറ്റുള്ളവർ പറയുന്നത് വെച്ച് കേൾക്കുമ്പോൾ ഇനി പാസ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് തന്നെ അറിയാൻ വയ്യ. ഇപ്പോൾ ഇത്രയും നാളും കാത്തിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് പൈസ നഷ്ടമായി, മറ്റെന്ന് പറയുന്നത് നമ്മൾ മറ്റു അവസരങ്ങൾ നഷ്ടമായി. ഇതിനകത്ത് ഈ പാസ്പോർട്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പൈസ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്രതീക്ഷ വെച്ചെങ്കിലും ഞങ്ങളെവിടെയും കയറി പോകാനാണ്. ഇപ്പം ഞങ്ങൾക്ക് കയറി പോകാനും പറ്റില്ല, ഈ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ബിജു എന്നാണ് പേര്, പത്തനംതിട്ടയാണ് സ്ഥലം. എങ്ങനെയാണ് ഈ കമ്പനീനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? നമ്മുടെ പരിചയമുള്ള ഒരാൾ വഴിയാണ് ഈ നമ്പർ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഏജൻസി പോയിട്ട് അവരുടെ അപ്പം ഈ ഡോൾസി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഫോൺ നമ്പർ വഴിയാണ്, അല്ലാതെ കമ്പനിയുടെ ബോർഡിലൊന്നും നമ്പറൊന്നും വെച്ചിട്ടില്ല. ഫോൺ വഴിയുള്ള കോൺടാക്റ്റാണ്. ഫോൺ വഴി വിളിച്ചു കഴിയുമ്പോൾ അവർ ഓഫീസിൽ വരും, നമ്മുടെ പേപ്പറുകൾ കൊടുക്കാം, വേറെ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇവരുടെ ഓഫീസിൽ പോയി ഞാൻ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പോകുന്നത്. പുള്ളിക്കാരുടെ നേഴ്സാണ്, പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം അതിന് വലിയൊരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അത്ര ക്യാഷ് നമുക്ക് എത്ര എമൗണ്ട്? അതൊരു 9 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ട് പോകാം? അത് കാനഡയാണ് പുള്ളിക്കാർ പറഞ്ഞത്. അത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമുക്ക് കെയർ ടേക്കർ വിസ, അങ്ങനെ ഒരു ഓപ്ഷനാണ് പുള്ളി പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്ര എമൗണ്ട് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത്രയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ട് എൻ്റെ പേപ്പറെല്ലാം വാങ്ങിച്ചിട്ട് നമുക്കെന്നാൽ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ച് അവർ തുടങ്ങുന്നു. അപ്പം ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങനെ എമൗണ്ട് 1 ലക്ഷം രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പേപ്പർ എന്തെങ്കിലും വരുമ്പോൾ അപ്പോഴത്തേക്ക് അങ്ങനെ ക്യാഷ് കൊടുക്കണമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു 4 ലക്ഷം രൂപ കൊടുത്തു, ഒരു 3 തവണയായിട്ട് 4 ലക്ഷം രൂപ കൊടുത്തു. പിന്നെ അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഒരു സെപ്റ്റംബർ കൊടുത്തത് 2 എണ്ണം അവരുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ 1 മൊബൈൽ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ജൂലൈയിൽ ബയോമെട്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞു ബാംഗ്ലൂർ. ജൂലൈയിലെ പറഞ്ഞ് ബാംഗ്ലൂർ എന്നല്ല, ആദ്യം പറഞ്ഞ് ചെന്നൈ എന്ന് പറഞ്ഞു, പിന്നെ ഡൽഹി എന്ന് പറഞ്ഞു, പിന്നെ ലാസ്റ്റിലാണ് ബാംഗ്ലൂർ ആക്കുന്നത്. ജൂലൈ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നടക്കുന്നത് സെപ്റ്റംബറിലാണ് നടക്കുന്നത്. പുള്ളിക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബയോമെട്രിക്സ് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ എംബസി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കൊറിയർ വഴി അയച്ചു കൊടുക്കണമെന്ന്. പിന്നെ ലാസ്റ്റിലാണെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അപ്പം നമ്മൾ അത് വാങ്ങിച്ചത് ജനുവരിയിലാണ് വാങ്ങിക്കുന്നത്, കഴിഞ്ഞ ഈ വർഷം ജനുവരി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കോൺടാക്റ്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ സ്റ്റാമ്പിങ് ആകേണ്ടതാണ്. അപ്പം പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നുമില്ല. പിന്നെ നമുക്കൊരു ചെറിയ സംശയം. അപ്പം എന്താ വെച്ചാൽ ഈ പാസ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എംബസി റിസീവ് ചെയ്തതിൻ്റെ ഒരു പേപ്പർ ഉണ്ടാകുമല്ലോ, ജസ്റ്റ് നമ്മൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരുടെ ട്യൂണെല്ലാം മാറി. അപ്പോൾ ഇനി അങ്ങോട്ട് ശരിയാകില്ല എന്നുള്ള രീതിയിലായി. അപ്പോഴത്തേക്ക് എന്നോട് പറയുന്നു ഞാൻ ആരുടെയും ജോലിക്കാരിയൊന്നുമല്ല, ഞാനൊരു കമ്പനിയുടെ സ്റ്റാഫാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, അത് ലീഗൽ അഡ്വൈസറും എംബസി അഡ്വക്കേറ്റ്സും ഒക്കെയാണ് തീരുമാനിക്കുന്നത്, അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ആരുമായിട്ട് നമ്പർ തന്നിട്ടില്ല, വേറെ എങ്ങും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറയുന്നു നിങ്ങളായിട്ട് മാത്രമേ നമുക്ക് കോൺടാക്റ്റ് ഉള്ളൂ, നിങ്ങളാണല്ലോ അതിൻ്റെ മറുപടി കാര്യങ്ങളെല്ലാം പറയേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുന്നു. പിന്നെ എനിക്ക് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലീഗൽ നോട്ടീസ്, ഒരു വക്കീൽ നോട്ടീസൊക്കെ വിട്ടു.
വക്കീൽ നോട്ടീസ് വിട്ട് അപ്പം ട്യൂൺ ശരിയാകുന്നില്ലല്ലോ, പിന്നെ ശരിയാകില്ല എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ എൻ്റെ ക്ലയൻറ്റിനെ ശല്യപ്പെടുത്താൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് ഒരു വക്കീൽ നോട്ടീസ് വിടുന്നു. വക്കീൽ നോട്ടീസ് വിടുന്നു, എന്നിട്ട് ഉടനെ റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞു. റിപ്ലൈ നമ്മൾ കൊടുത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് നമ്പർ തന്നൊരു പുള്ളിക്കാരന് ആയിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് തരാം, ഒരു 3 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ഓക്കെ, പാസ്പോർട്ടും പൈസയെല്ലാം തിരിച്ച് തരുമല്ലോ എന്ന് കരുതി നമ്മൾ നോട്ടീസ് കൊടുത്തു, റിപ്ലൈ കൊടുത്തു, നമ്മൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ നമ്മളെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു. പക്ഷേ 90 ദിവസമായിട്ട് ഒരു അനക്കമില്ല. ഇതിനിടയ്ക്ക് വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വക്കീൽ നോട്ടീസ് വിടുന്നു. 90 ദിവസം കഴിയുമ്പോൾ അടുത്ത വക്കീൽ നോട്ടീസ് വിടുന്നു. അപ്പം ഈ ഇടയ്ക്ക് ഒരു പുള്ളിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരാളുണ്ട്, എൻ്റെ ഒരു നമ്പർ തന്ന പുള്ളിക്കാരൻ. അവർ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പിന്നെ പുള്ളിയും അവസാനം പറഞ്ഞു ഇതിനി ഇങ്ങനെ പോകാൻ ശരിയാവില്ല, നിയമപരമായിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കേസ് ഫയൽ കൊടുത്ത പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് FIR ആയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സംഭവം. വേറെ എവിടെയൊക്കെ പരാതി? വേറെ നമ്മൾ NRICയിൽ കൊടുത്തിട്ടുണ്ട്. നോർക്കയിൽ ഞാൻ പോയി അന്വേഷിച്ചു. പക്ഷെ നോർക്ക അന്വേഷിച്ചപ്പം അവിടെയൊന്നും ഇത് രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല. രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് അവർക്കൊന്നും ആക്ഷൻ എടുക്കാനും പറ്റില്ല. അങ്ങനെയാണ്. ചേട്ടൻ എപ്പോഴാണ് ഈ കമ്പനി, ഏത് വർഷമാണ് ഈ കമ്പനിയെ സമീപിക്കുന്നത്? 2022 ഡിസംബറിലാണ് നമ്മൾ ആദ്യം സമീപിക്കുന്നത്. ഇത്രയും കാലമായി പൈസയും തിരിച്ചു കിട്ടിയിട്ടില്ല. പൈസ പിന്നെ എനിക്ക് കുറച്ച് ബാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ജപ്തിയൊക്കെ ആയി വീടിൻ്റെ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ കുറച്ച് പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ എനിക്ക് 1-2 തവണ കുറച്ച് പൈസ തന്നു. അപ്പോൾ അതെന്നെ എന്നിട്ട് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് ഈ പൈസ തിരിച്ച് തരുന്ന പൈസ റിട്ടേൺ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് തന്നത്. അങ്ങനെ അല്ലാതെ പിന്നെ തന്നിട്ടില്ല. അങ്ങനെ കുറച്ച് പൈസ കിട്ടിയതല്ലാതെ വേറെ ഒന്നുമില്ല. അതിനിടയ്ക്ക് തന്നെ ഞാൻ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി പുതിയ ഓരോ ഓഫർ പറയും. പുള്ളിക്കാരെ വൈഫിൻ്റെ കാര്യം പറയും, വേറെ നല്ലൊരു ചാൻസ് ഉണ്ട്, ഒരു പൈസ ഇപ്പോൾ തരണ്ട, കാരണം വെച്ചാൽ അവിടെ ചെന്ന് ജോലിക്ക് കയറിയിട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഓഫറുകളൊക്കെ തരും. അപ്പോൾ തൽക്കാലം നമ്മളിപ്പം വിചാരിക്കുന്നത് ശരിയാകും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ 1.25 വർഷമായി. എൻ്റെ പേര് അബി, ഞാൻ വരുന്ന സ്ഥലം വയനാട് അമ്പലവയൽ. ഇവരെങ്ങനെയാണ് സമീപിക്കുന്നത്? നമ്മൾ ഇവരിലേക്ക് എത്തിപ്പെടുന്നത് നമ്മളെ ഒരു സ്നേഹിതനായ ഷിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ട്. അവൻ ഈ സ്കാമിൽ പെട്ടിരിക്കുന്ന നമ്മളെ സ്നേഹിതനാണ്. അവൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, പുള്ളിക്കാരൻ പള്ളിയിലച്ഛനാണ്. അച്ഛൻ്റെ പേര് ഫാദർ സിജോ എളങ്കുന്നപ്പുഴ. അപ്പോൾ അച്ഛൻ്റെ റെഫറൻസ് മുഖാന്തരം ഷിൻഡോ വന്നു. ഷിൻഡോൻ്റെ റെഫറൻസ് മുഖാന്തരം ഞാൻ, നമ്മുടെ സ്നേഹിതൻ നിഷാദ് അങ്ങനെ വന്നു. അതിൻ്റെ ഞങ്ങളിങ്ങനെ ചേർന്ന് അറിഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആയിട്ടുള്ള ജിൻസി, അവരുടെ ഒരു കസിനായിട്ടുള്ള കെൽവിൻ, അങ്ങനെ 1-2 പേരും കൂടെ ഈ സ്കാമിലേക്ക് വന്നിട്ടുണ്ട്. ഇവരെ എത്ര പൈസ കൊടുത്തു? നിങ്ങൾ ഏത് രാജ്യത്തേക്ക് കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്? ഞങ്ങൾ വിസയും കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് ചെയ്യുന്നത് കാനഡ എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് ഇത് ചെയ്തിരുന്നത്. അവിടെ നമുക്ക് വർക്ക് വിസയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. നാഫ്റ്റ ഫുഡ് ആൻഡ് പ്രോസസ്സിങ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് നമ്മളെ സെലക്ട് ചെയ്തതായിട്ട് പറഞ്ഞത്. അതിലേക്ക് LMI എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഡോക്യുമെൻ്റ് ആയിരുന്നു നമുക്ക് കാനഡ വർക്ക് വിസയ്ക്ക് അവരാദ്യം പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞ്. പിന്നെ കുറച്ച് വെള്ളം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു നമ്മൾ ഇത് മാറിയിട്ടുണ്ട്, TRV എന്ന് പറയുന്ന ഒരു വിസയിലേക്ക് മാറിയിട്ടുണ്ട്. TRV വിസയിൽ നമ്മൾ കാനഡയ്ക്ക് പോയിട്ട് കാനഡയിൽ നിന്ന് നമുക്ക് എന്താക്കും LMIൻ്റെ പേപ്പർ തരും. അതിൻ്റെ ഏകദേശം ഒരു 120 ഡേയ്സ് സമയം എടുക്കുന്ന രീതിയിലേക്കാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒരു വിശ്വസ്തത തോന്നിയില്ല. അങ്ങനെയാണ് നമ്മൾ ലീഗലി ഫോർവേഡ് ചെയ്യുന്നത്. അതിനിടെ കൂടെ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നു. നമ്മളെ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അവരോട് IRCCൻ്റെ യൂസർ IDയും പാസ്വേഡും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ നൽകാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 4 ലക്ഷം രൂപ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ ഇമിഗ്രേഷൻ ലോയേഴ്സിനും തലവേദനയാവുന്നു. അതുകൊണ്ട് അവർ നമ്മളെ ഒഴിവാക്കുകയാണ് എന്നുള്ള തരത്തിലേക്കാണ് അവർ നിൽക്കുന്നത്. ഈ 4.5 ലക്ഷം രൂപയാണോ? 4 ലക്ഷം എങ്ങനെയാണ് കൊടുത്തത്? 4 ലക്ഷം രൂപ നമ്മൾ ഗഡുക്കളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം അക്കൗണ്ട് ത്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ട് ത്രൂ ആണ്, ഗൂഗിൾ പേ ഒന്നും വഴിയല്ല? അല്ല. നമ്മൾ ഗ്രാമീൺ ബാങ്കിന്റെ എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മളത് ഫോർവേഡ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ വിസ റെഡി ആവുന്നില്ല, അപ്പോൾ ഇവരോട് വിശദീകരണം ചോദിക്കുമ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? വിശദീകരണം ചോദിക്കുമ്പോൾ അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇവരോട് ഓരോ സ്റ്റെപ്പിൻ്റെയും അപ്ഡേഷൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ നമുക്കത് തരുന്നില്ല. നമ്മൾ ആയിട്ട് യാതൊരു വിധത്തിലും ഇവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ ഇവർ തയ്യാറാവുന്നില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്ന് ഞങ്ങളെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുകയും പേഴ്സണൽ നമ്പറാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇവരുടെ കമ്പനി നമ്പർ നമുക്ക് തരുന്നത്. ഇവരുടെ കമ്പനി നമ്പറിനെ കുറിച്ച് ഇപ്പോൾ ബയോമെട്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെന്താക്കുന്നത്, ഇവരുടെ കമ്പനി നമ്പർ നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇവരുടെ പേഴ്സണൽ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും
കമ്പനി നമ്പറിൽ വിളിച്ചിട്ട് എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ കമ്പനി ഉണ്ടോ എന്താണ് നമുക്കറിയില്ലല്ലോ. അപ്പൊ നേരിട്ട് വന്ന് അന്വേഷിച്ചിരുന്നില്ല അല്ലേ? നേരിട്ട് വന്ന് അന്വേഷിച്ചു. നേരിട്ട് വന്ന് നമുക്ക് ഒരു പള്ളീൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അവിടെ പോയി അവരങ്ങനെ കണ്ട് സംസാരിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ലാസ്റ്റ് ഒരു ലീഗൽ നോട്ടീസ് അയച്ചത്. ആ ലീഗൽ നോട്ടീസിലും പറയുന്നത് 90 വർക്കിംഗ് ഡേയ്സ് പ്രകാരം നമുക്ക് എന്താക്കും, ഇവർ മാനുഷിക പരിഗണന വെച്ചിട്ട് നമുക്ക് റീഫണ്ടും കാര്യങ്ങളും പാസ്പോർട്ടൊക്കെ ആയിട്ട് തരുമെന്നാണ് പറഞ്ഞത്. നമ്മളെ പാസ്പോർട്ട് ഏകദേശം 1.5 കൊല്ലത്തിൻ്റെ അടുത്തായിട്ട് അവരുടെ കൈവശമായിരുന്നു. അവരത് വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് പോസ്റ്റ് വഴി തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒരു അക്നോളജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും, ഒരു സീലോ ഒന്നും ഇല്ല. അവരെങ്ങനെയാണോ വാങ്ങിയത് അതുപോലെയാണ് എനിക്ക് പാസ്പോർട്ട് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. നിലവിൽ എവിടെയെങ്കിലും പരാതി കൊടുത്തോ? നിലവിൽ NRSL കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലയിൽ എൻ്റെ ലോക്കൽ സ്റ്റേഷനിൽ ഞാൻ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ FIR രജിസ്റ്റർ ചെയ്തോ? FIR രജിസ്റ്റർ ആയി കിട്ടിയിട്ടില്ല. NRSL നിന്ന് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സമ്മറി റിപ്പോർട്ടൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് തിരുവനന്തപുരത്തെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. കോഴിക്കോട്. ഇവരെങ്ങനെയാണ് ഈ കമ്പനീനെ എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കുന്നത്? നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഷിൻഡോ, അവൻ്റെ ഒരു ജ്യേഷ്ഠൻ ആണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഷിൻഡോ പ്രൊസീഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ പ്രൊസീഡ് ചെയ്തു, എൻ്റെ കൂടെയാണ് അബി പ്രൊസീഡ് ചെയ്യുന്നത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പഠിച്ചു വന്നത്. അങ്ങനെ തന്നെ ഈ കാനഡയിലേക്കുള്ള പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്തത് 2022 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പൈസ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തത്? ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് അത് GPay വഴിയും അല്ലാതെ ബാങ്ക് GPay വഴി എത്ര കൊടുത്തു? GPay വഴി എനിക്കൊന്ന് 2.5 ലക്ഷം, ബാക്കി 1.5 ലക്ഷം അക്കൗണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലായിട്ടാണ്. ഈ കമ്പനിയുമായി നേരിട്ട് നിങ്ങൾ വന്ന് അന്വേഷിച്ചിരുന്നോ? നേരിട്ട് വന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടുതൽ വിശ്വസിച്ചായിരുന്നു. പിന്നെ അവർ അത്രയും കൺവിൻസിങ് ആയിരുന്നു ആദ്യം. പിന്നീട് ഞങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് ഒരു 35,000 ആണ് ഫസ്റ്റ് ഇനിഷ്യൽ ഫണ്ട് കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ ഓഫീസിൽ വന്നു, ഓഫീസുമായിട്ട് സംസാരിച്ചു, ഓഫീസ് കണ്ടു. ആ ഒരു രീതിയിൽ പിന്നീട് പ്രോസസ്സിങ് മുന്നോട്ട് പോയത്. അപ്പോൾ ജെന്യൂൻ ആയിരുന്നു, കൺവിൻസിങ് ആയിരുന്നു. പിന്നീട് അവരുടെ സംസാരത്തിൽ തന്നെ ഉള്ള വ്യത്യാസം കാരണമാണ് ഞങ്ങൾ എന്താക്കിയത്, തിരിച്ച് ചിന്തിക്കേണ്ടി വന്നത്. ഇവരെ ഓഫീസിൽ വന്ന് നിങ്ങൾ നേരിട്ട് എന്തെങ്കിലും വന്ന് കണ്ടിരുന്നു? ഇവരെ പ്രൊസീജിയർ എന്താണ്? അതെ, ഞങ്ങൾ ഓഫീസിൽ വന്നിരുന്നു. ഓഫീസിൽ വന്നു, എന്നിട്ട് പലതവണ 2-3 തവണയായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ടോട്ടലി അവരെ കാണുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫീസിൽ വന്നത്. പിന്നീട് വന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ, അതായത് അവർ പേഴ്സണൽ അക്കൗണ്ട് വാട്സപ്പ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. പിന്നീട് ഒഫീഷ്യൽ നമ്പറും ബ്ലോക്ക് ചെയ്തത് കാരണം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കട്ടായി. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് വന്ന് അങ്ങനെയാണ് വീണ്ടും സംസാരിക്കുന്നത്. ടോട്ടൽ എത്ര രൂപ നഷ്ടമായിട്ടുണ്ട്? ടോട്ടൽ 4 ലക്ഷം. ഞങ്ങൾ 4 നിലവിൽ എവിടെയൊക്കെ പരാതി കൊടുത്തു? ഞങ്ങൾ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ CI ഇല്ലാത്തത്. ഏത് സ്റ്റേഷൻ? എലത്തൂർ, കോഴിക്കോട് എലത്തൂർ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ CI ഇല്ലാത്തത് കൊണ്ട് CI ഉള്ളപ്പം വരാൻ പറയായിരുന്നു ചെയ്തത്. പിന്നീട് ഇവിടെ NRSL കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ കുറച്ച് അധികം ദിവസമായിട്ട് അപ്ഡേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് പോയാൽ മതി 10 മണിക്ക്. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ നാളെ തന്നെ FIR ഇട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെയുള്ള പല ആളുകളും FIR ഇട്ടാണ്, പക്ഷേ ഒരു അപ്ഡേഷനും ഉണ്ടായിട്ടില്ല. പിന്നീട് സോഷ്യൽ മീഡിയ വഴി ഈ തട്ടിപ്പ് സംഘം അപ്പാവികൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോഴും തട്ടിപ്പിന് ഇരയാക്കുന്നുണ്ട് എന്നാണ് വിവരം. ഈ കാട്ടുകള്ളന്മാരെ ഇനിയെങ്കിലും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാണ് ഈ ഇരകളുടെ ആവശ്യം. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.